അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ഒരു വേളയിലാണ്. ആയുസ്സിൽ നിന്ന് ഒരാണ്ട് നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഓരോ മുഹറം മാസവും നമുക്ക് സമ്മാനിക്കുന്നത് ഒരു സ്മരണയാണ്. മരണമെന്ന ഒരു സ്മരണയാണ് നമ്മൾ ജീവിതത്തിൽ അത് കൊണ്ടുവരേണ്ടത്. മരണത്തിലേക്ക് നാം കൂടുതൽ അടുക്കുന്നു എന്ന ചിന്ത കടന്ന് വരേണ്ട ഒരു പുലരിയാണ് പുതുവത്സരങ്ങൾ വരുമ്പോൾ നാം നമ്മുടെ മനസ്സിലേക്ക്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട സ്മരണ അപ്പോൾ നാം മനസ്സിലാക്കണം, പുതുവത്സരം വരുമ്പോൾ ആഘോഷിക്കുന്ന പലരുമുണ്ട്. പുതുവത്സരങ്ങൾ വരുമ്പോൾ ആഘോഷിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നാം ആഘോഷിക്കുകയാണോ വേണ്ടത് എന്ന് സാന്ദർഭികമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതം വളരെ കുറഞ്ഞ കാലം മാത്രമാണുള്ളത്. എങ്ങനെ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു, പക്ഷെ നമസ്കാരമില്ല. പിന്നീട് ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ബാങ്കും ഇഖാമത്തും ഇല്ലാതെ മയ്യിത്ത് നമസ്കരിക്കും. ഇത്രയുള്ളൂ മനുഷ്യന്റെ ആയുസ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു ബാങ്ക് കൊടുത്ത് ഇഖാമത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ ഉള്ള ജീവിതമുള്ളൂ എന്ന്, ഈ ദുനിയാവിൽ നമുക്ക് അത്രമാത്രം ജീവിതമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറാൻ നാം പരിശ്രമിക്കുന്നത്, നമ്മൾ യഥാർത്ഥ ബുദ്ധിമാന്മാരുമാകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നമുക്കിന്ന് ഈ ദുനിയാവിലെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരുപാടുണ്ട് എന്ന്, നശ്വരമല്ല ശാശ്വതമായി എന്ന് നമുക്ക് ഒരുപാട് തോന്നും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഈയാമ്പാറ്റകളെ പോലെയാണ്. ഈയാമ്പാറ്റകൾക്ക്, ഈയലുകൾക്കൊക്കെ എന്താണ്, ലൈറ്റ് കാണുമ്പോൾ ഒരുപാട് ജീവിതമുണ്ട് എന്ന് അത് വിചാരിക്കും. പക്ഷേ ഒരു അല്പസമയം ഒന്ന് പറന്നതിന് ശേഷം അതിൻ്റെ ചിറകുകൾ ഒടിഞ്ഞത് താഴെ വന്ന് വീഴുന്നു. അത്രമാത്രമേ മനുഷ്യനുള്ളൂ, അത്രമാത്രം ആയുസ് മാത്രമേ ഈ ദുനിയാവിൽ മനുഷ്യനുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾ. അതുകൊണ്ടാണ് നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്നറിയുമോ എന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചിട്ട് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ നാളത്തേക്ക് വേണ്ടി നശ്വരമല്ലാത്ത ശാശ്വതമായ ജീവിതമായ ആഖിറത്തിന്റെ ജീവിതത്തിന്റെ തുടക്കമായ ബർസഖിയായ ജീവിതം, ആ ജീവിതം തൊട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടി കാര്യങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യുന്നവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഇന്നീ നശ്വരമായ ദുനിയാവിന്റെ ജീവിതത്തിൽ നാം എല്ലാം വളരെ അഹങ്കാരത്തോടു കൂടിയാണ് ജീവിക്കുന്നതല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? എടോ, ഇന്ന് ദുനിയാവിലെ ജീവിതം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കിടന്നാൽ നാളെ കണ്ണു തുറക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകമാണ് ഈ ദുനിയാവിലെ ജീവിതം. എന്തിനാണ് അഹങ്കാരവും പകയും വിദ്വേഷം കൊണ്ടൊക്കെ നാം നടക്കുന്നത്? ഒരു പുതുവത്സരമാണ് നമ്മിലേക്ക് കടന്നു വന്നത് ഇസ്ലാമിക കലണ്ടറിലെ ഹിജ്റ വർഷ കണക്കനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ കിട്ടുന്ന സമയങ്ങളിൽ സുഹൃതങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അവസാനം റൂഹ് പിടിക്കാൻ അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോൾ നഷ്ടപാളികളിൽ പെട്ടുപോകരുത്. ആരാണ് നഷ്ടപാളികൾ എന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ചെറിയൊരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് നഷ്ടപാളികൾ? മനസ്സിലാക്കിക്കോളീൻ, കേട്ടോളീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ
الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാന നിരന്തനായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ്റഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ചില തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട് അസ്ർ നമസ്കാരത്തെ തന്നെയാണ് സത്യം. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നതെന്നറിയുമോ? ഇങ്ങനെ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് ഒരു വസ്തുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം, ശേഷം പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കണേ മുസ്ലിമേ. എന്താണ് അല്ലാഹു വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യനുണ്ടല്ലോ നഷ്ടത്തിൽ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്. എങ്ങനെയുള്ള മനുഷ്യരാണ് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു വസ്തുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കിക്കോ. ശേഷം എന്താ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്. എങ്ങനെയുള്ള മനുഷ്യരാണ് നഷ്ടത്തിൽ എന്നറിയുമോ? കേട്ടോളിൻ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിനെ വിശ്വസിച്ചവർ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സാലിഹായ അമലുകള് സുഹൃതങ്ങൾ ചെയ്തവർ ഒഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവരൊഴികെ, ഇവരൊഴികെ ബാക്കി എല്ലാ മനുഷ്യരുമുണ്ടല്ലോ അവർ നഷ്ടത്തിൽ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഈ മുഹറത്തിന്റെ പുലരിയിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇവിടെ നാം മനസ്സിലാക്കുക, ഈ ഒരു വിഭാഗത്തിൽ, ഈ പറഞ്ഞൊരു വിഭാഗത്തിൽ പെടാൻ നാം ശ്രമിക്കുക, പരിശ്രമിക്കുക. ഇതല്ലാത്ത ഒരു വിഭാഗത്തിലേക്ക് നാം പെട്ടുപോകരുത്. പരസ്പരം സത്യം മാത്രം നമ്മൾ പറയുക, സത്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുക, പറയുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ക്ഷമ കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അലങ്കാരപ്പെടുത്തുക. അള്ളാഹു എന്ത് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോ അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ കൈവിടാതിരിക്കുക. അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ പുറത്തു പോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല സുഹൃതങ്ങൾ, നല്ല സ്വാലിഹായ അമലുകൾ, ഇബാദത്തുകൾ എല്ലാം നാം ചെയ്യുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മാസത്തെ നാം നിസ്സാരമായി കാണരുത് മുഅ്മിനീങ്ങളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ആദരിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നത്. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്
يوم خلق السماوات والأرض منها أربعة حرم. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച കണക്കനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ അർബഅത്തുൻ ഹുറും. എന്നാൽ ഈ 12 മാസങ്ങളിൽ 4 മാസം അല്ലാഹു യുദ്ധം ഹറാമാക്കിയിരിക്കുകയാണ്. ആ 4 മാസം ഏതാണെന്നറിയുമോ? ദുൽഖഅദ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, മുഹറം മാസമാണ്, പരിശുദ്ധമായ റജബ് മാസമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാ. ഈ 12 മാസങ്ങളിൽ 4 മാസം അല്ലാഹു യുദ്ധവും മോശമായ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നതിന് വെറുക്കുന്നു. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഈ 4 മാസത്തെ അല്ലാഹു ആദരിച്ച മാസമാണ്. അല്ലാഹ് ആദരിച്ച മാസത്തെ നിങ്ങളും ആദരിക്കുക. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മുടെ മേല് മഹാന്മാർ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു. മഹാന്മാർ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരായിരുന്നു. അല്ലാഹു ആദരിച്ച ഒരു വസ്തുവിനെ നീ ആദരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗമാണ് നൽകുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ മുഹറം മാസം എന്നത് യുദ്ധം ഹറാമാക്കിയ മാസമാണ്. അതുകൊണ്ട് വഴക്കുകള്, പ്രശ്നങ്ങള് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഈ മുഹറം മാസത്തിൽ നിന്നല്ല, അല്ലാതെയും മുഹറം മാസത്തിൽ ഒന്നും കൂടെ നാം കൂടുതലായി ശ്രദ്ധിക്കണം, ജാഗ്രത കാണിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ മാസം നാം എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട് നാം ആദരിക്കണം. ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ വലിയ കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ, കേട്ടോളിൻ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നത്. ഒരു ഹദീസ് കേട്ടോളിൻ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അഫ്ളലു സിയാമി ബഅദ റമളാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അനുഗ്രഹീതമായ പുണ്യങ്ങളുടെ പൂക്കാലമായ, അനുഗ്രഹങ്ങളുടെ പറുദീസയായ പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ആ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് പിടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ശഹ്റുല്ലാഹിൽ മുഹറം. അത് മുഹറം മാസമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എന്നിട്ട് അതേ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളതി. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണെന്നറിയുമോ? ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സ്വലാത്തുൽ ലൈലി. അത് രാത്രിയിലുള്ള നമസ്കാരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കാൻ ശ്രേഷ്ഠമായ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളതി, ഫർള് നമസ്കാരത്തിന് ശേഷം ഇബാദത്തുകൾ ചെയ്യാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? സലാത്തുൽ ലൈലി, അതായത് രാത്രിയിലുള്ള നമസ്കാരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകി. അത്ര ആയുസ് അല്ലാഹു നമുക്ക് നൽകിയില്ലേ? ഇനിയെങ്കിലും ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. തഹജ്ജുദ് നമസ്കാരം നിത്യമാക്കണം, ദായിമാക്കണം. നമ്മുടെ ജീവിതത്തിലെ രാത്രിയിലുള്ള നമസ്കാരങ്ങളെല്ലാം അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള ഇബാദത്തുകളാണ്. അല്ലാഹുവിന്റെ ഒരു അടിമ വിഷമത്താൽ പ്രയാസത്താൽ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹുവിനോട് നിറക്കണ്ണുകളോട് തേടിയാൽ ആ കൈകളെ അല്ലാഹു ഒരിക്കലും അത് നൽകാതെ തിരിച്ച് താഴ്ത്തിപ്പിക്കത്തില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുടക്കരുത്, അത് ദായിമാക്കണം. അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ വേവലാതിപ്പെടേണ്ട. അത് അല്ലാഹു അവന് നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തഹജ്ജുദ് സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി, അത് അല്ലാഹു അവന് നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തഹജ്ജുദ് നമസ്കാരം നിത്യമാക്കിയാൽ ഒരു മനുഷ്യനെ തഹജ്ജുദ് നമസ്കാരം ഒരു മനുഷ്യൻ ദായിമാക്കിയാൽ നിത്യമാക്കിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സൗഭാഗ്യം എന്താണെന്നറിയുമോ? ആകാശ ലോകത്തിൽ നിന്ന് അല്ലാഹു വിളംബരം ചെയ്യുമേ, ജിബ്രീലേ, ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അവനെ ഞാൻ സ്നേഹിക്കുന്നു, മുഹബ്ബത്ത് വെക്കുന്നു, അനുകമ്പം വെക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് മലക്കുകളോട് പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് മലക്കുകളോട് പറയുമേ, മലക്കുകളെ, ഇന്ന നാട്ടിലെ ഇന്നയാൾ അല്ലാഹു വലിയതായി ഇഷ്ടപ്പെടുന്നു, ഭയങ്കരമായി മുഹബ്ബത്ത് വെക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക, അവന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മലക്കുകളോട് വിളംബരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, ജീവിതത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ തഹജ്ജുദ് നമസ്കാരം നിത്യമാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മാസം നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും നിങ്ങൾ അലങ്കാരപ്പെടുത്തുക. പ്രത്യേകം മുഹറം മാസത്തിലെ ആശുറയിലെയും നോമ്പ് നാം പിടിക്കുക. വലിയ പ്രതിഫലവും മഹത്വവുമുള്ള നോമ്പാണ് ആശുറ നോമ്പ്. അതിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക. ഏത് ആശുറ നോമ്പിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോളിൻ. عن أبي قتادة رضي الله عنه قال മഹാനായ അബീ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സിയാമു യൗമി ആശുറാ, വിശുദ്ധമായ ആശുറായ പരിശുദ്ധമായ ആശുറയിലെ നോമ്പുണ്ടല്ലോ, മുഹറം മാസത്തിലെ ആശുറ 10ാമത്തെ നോമ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി അഹ്തസിബു അലല്ലാഹി സനതല്ലദി ഖബ്ലഹു, ആ നോമ്പ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അയ്യുകഫിറ സനതല്ലദി ഖബ്ലഹു, പ്രായചിത്തമാണ്. മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആശുറയിലെ നോമ്പ് എന്താണ്? അയ്യുകഫിറ സനതല്ലതി ഖബ്ലഹു, കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാപം പൊറുക്കാൻ അത് കാരണമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ വർഷത്തിലുമുള്ള ആശുറയിലെ നോമ്പ് നാം പിടിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമ്പോൾ നമുക്ക് അതിലൂടെ എങ്ങാണ് മരണമുണ്ടായി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായിക്കൊണ്ട് സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് ചില ആളുകൾ പറയും ഈ നോമ്പുകളൊക്കെ പിടിക്കുന്നത് ബിദ്അത്താണ്, ഇതൊന്നും ദീനിലില്ല, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, നബിതങ്ങൾ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും പിടിക്കണ്ട എന്നൊക്കെ പറയും. ഹറാമൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താസ്വായിലെ നോമ്പ് നിങ്ങൾ പിടിക്കണം. താസ്വാ നോമ്പിന്റെ തെളിവുകൾ പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ أن عبد الله بن عباس رضي الله عنهما يقول حين صام رسول الله صلى الله عليه وسلم يوم عاشوراء وأمر بصيامه. ആശുറ നോമ്പ് പിടിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൽപ്പിച്ച ദിവസം ഖാലു, സഹാബാക്കൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന യൗമ തുഅല്ലിമുഹുൽ യഹൂദു വന്നസാറ, തീർച്ചയായും ഈ ദിവസം യഹൂദികളും നസ്രാനികളും ഒക്കെ ഈ ദിവസത്തെ ബഹുമാനിക്കുന്നവരാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിനോട് പറഞ്ഞു, ഫൈദാ ഖാനൽ ആമുൽ മുഖ്ബിലു, അപ്പോൾ ഇനി വരുന്ന വർഷം ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിച്ചാൽ, സുന്നൽ യൗമ താസിഅ, നമുക്ക് താസ്വായിലെ നോമ്പും പിടിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാല, അപ്പോൾ മഹാനവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലം യഅതിൽ ആമുൽ മുഖ്ബിലു, പക്ഷേ ആ വരാനിരുന്ന വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നില്ല. ഹത്താ തുവഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിരുന്ന മുഹറം മാസത്തിൽ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല. അതായത് റബീഉൽ അവ്വൽ ആയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിന്നീട് അടുത്ത മുഹറം മാസത്തിൽ ജീവിച്ചിരിക്കാൻ വഫാത്തായി പോയതുകൊണ്ട് നിബിധങ്ങൾക്ക് ആ താസ്വായിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു. സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ അങ്ങനെ പിടിക്കേണ്ടാത്ത നോമ്പാണെങ്കിൽ അങ്ങനെ പറയുവോ? ഇവിടെ നാം ചിന്തിക്കണം. അപ്പൊ നമ്മൾ പിടിക്കണം. അത് ബിദ്അത്താണെന്ന് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ പാഴാക്കി കളയണം. ഈ അവസാന കാലമാകുമ്പോ ചില ദജ്ജാലിന്റെ പണിയുമായിട്ട് വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഹദീസുണ്ട്, ദജ്ജാലിന്റെ യഥാർത്ഥ ദജ്ജാല് വരുന്നതിന് മുമ്പ് ദജ്ജാലിന്റെ ഫിത്നയുമായിട്ട് വരുന്ന കുറെ ആളുകളുണ്ട്. അതിലൊന്ന് നമുക്ക് കൂട്ടാം. ഒന്ന് നിരീശ്വരവാദികള്. ഇന്ന് ആരിഫ് ഹുസൈന്, അതുപോലെ തന്നെ ജാമിദ, അതുപോലെ തന്നെ മറ്റവളുണ്ടല്ലോ, എന്തോ ഒരു പൊരിച്ചമീന്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ, അങ്ങനെയല്ലേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്? ഏത് ഇസ്ലാം ആടശ്ശേരി, അതിന്റെ അവള്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ ചില ചില നന്മയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഉപദേശിക്കുമ്പോൾ ഇത് ബിദ്അത്താണ്, ഇത് ലലാലത്താണ്, ഇതൊക്കെ ദീനിന് എതിരാണ്, ദീനിൽ പറയാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആ ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ, അവരും ദജ്ജാലിന്റെ ഫിത്നകളായിട്ട് ചില അവസാന കാലത്ത് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഹദീസുകളുണ്ട്. ആ ഒരു ഗണത്തിൽ അതുപോലുള്ളവരുടെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മുഹറം മാസത്തിലാണോ ഹിജ്റ നടന്നത് എന്ന്. ഇവിടെ നാം മനസ്സിലാക്കുക, മുഹറം മാസത്തിലല്ല ഹിജ്റ നടന്നത്. ഹിജ്റ നടന്നത് സഫറിലാണെന്നും അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വലിലാണെന്നും അഭിപ്രായമുണ്ട്. ഈ 2 മാസത്തിൽ ഒന്നാണ് ഹിജ്റ നടന്നിട്ടുള്ളത്. പിന്നെയോ ഹിജ്റയുടെ ചരിത്രം അടിസ്ഥാനമാക്കി കണക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നാം മനസ്സിലാക്കുക, ഈ മുഹറം മാസം കൊണ്ട് നാം
ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ പുതിയതായി തുടങ്ങാൻ വേണ്ടി അവലംബിച്ച ഒരു ഇസ്ലാമികമായ കലണ്ടർ രൂപപ്പെടുത്തിയതാണ് ഹിജ്റ കലണ്ടർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ കണക്ക് കൂട്ടുക എന്ന അർത്ഥമുള്ള കലർഡേ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അത്ര കലണ്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം. റോമൻ ദിവസങ്ങളിൽ ആദ്യ ദിനത്തെ കുറിക്കുന്ന പദമായിരുന്നു കലണ്ടേ എന്ന് പറയുന്ന പദം. എന്നാൽ കലണ്ടർ എന്നതിന്റെ അറബ് ശബ്ദമാണ് തക്വീം എന്നതാണ്. എന്നിരിക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിലെല്ലാം അവൻ അവലംബിക്കേണ്ടത് എന്താണ്? പലതിലും അവൻ അവലംബിക്കേണ്ടത് ഹിജ്റ കലണ്ടറാണ്. അതിന്റെ തെളിവ് കുറച്ച് പറഞ്ഞു തരാം, നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനാർത്ഥം സ്വദേശമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് പലായനം ചെയ്ത ചരിത്രം പ്രസിദ്ധമായ സംഭവമാണ് ഹിജ്റ. ഇതിനെ ആധാരമാക്കിയുള്ള കാലഗണനയാണ് ഹിജ്റാബ്ദം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, ഒരു ചന്ദ്രവർഷത്തെയാണ് ഒരു ഹിജ്റ വർഷമായി കണക്കാക്കുന്നത്. അതുപോലെ ചന്ദ്രന്റെ ചലനം അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രവർഷവും കണക്കാക്കുന്നത്. ഏതുപോലെ 12 മാസം കൂടിയതാണ് ഒരു വർഷം. ഇതിന് 354 ദിവസം ആവശ്യമാണ്. ഭൂമി അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ്, അതായത് സൂര്യൻ അതിന്റെ പടിഞ്ഞാറു നിന്നു കിഴക്കോട്ടുള്ള ചലനം ഒരു വിധം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു സൗരവർഷം പൂർത്തിയാകുന്നത്. ഇതിന് 365 ദിവസമാണ് വേണ്ടത്. ചന്ദ്രവർഷം സൗരവർഷം തമ്മിൽ ഏകദേശം 11 ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ചന്ദ്രവർഷം പൂർത്തിയായി 11 ദിവസങ്ങൾക്ക് ശേഷമാണ് സൗരവർഷ പ്രകാരം ഒരു വർഷം പൂർത്തിയാകുന്നത്. കാലഗണനയിൽ ഈ 2 വർഷം ഉപയോഗിക്കാറുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. കാലഗണനയിൽ നാം മനസ്സിലാക്കണം, ഈ 2 വർഷവും ഉപയോഗിക്കാറുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്, നാം മനസ്സിലാക്കണം. എന്നിരിക്കെ ഇവിടെ അറബികളുടെ കാലഗണന നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാലഗണനയ്ക്ക് വേണ്ട ചന്ദ്രവർഷമാണ് പരമ്പരാഗതമായി തന്നെ അറബികൾ ഉപയോഗിച്ചു പോന്നിരുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് കിട്ടുകയും അവിടുന്ന് ആണ് അറബികൾക്ക് അത് ലഭിക്കുകയും ചെയ്തിരുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ചിലവര്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ആണല്ലോ ജൂതന്മാര് നോമ്പ് പിടിക്കുന്നത് കണ്ടത്. അപ്പോൾ അന്നാണ് ഹിജ്റ പോയത് ചിലർ ചിന്തിക്കും. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഹിജ്റ കലണ്ടർ വരുന്നതിന് മുമ്പ് തന്നെ മുഹറം, സഫർ എന്നിങ്ങനെ മാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവർ ഒരു വർഷത്തിന്റെ തുടക്കം കുറിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുണ്ടായ ഓരോ സംഭവങ്ങളാണല്ലോ. ആനക്കലഹ വർഷം അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അന്നത്തെ കാലത്ത് അറബികൾ ഒരു വർഷത്തിന്റെ തുടക്കം കുറിച്ചിരുന്നത് ഈ സ്മരിക്കപ്പെടുന്ന ഒരു സുപ്രധാന സംഭവത്തെ അടിസ്ഥാനമാക്കി കാലം ഗണിക്കുന്ന വഴക്കം പണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്നു എന്നതാണ് സത്യം, നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബിതങ്ങളുടെ കാലങ്ങൾക്ക് ഒക്കെ മുമ്പ് വർഷം തുടക്കം കുറിച്ചത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ സംഭവമായിരുന്നു. അത് 1-ാം വർഷമായി കണക്കുകൂട്ടി. അത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായ ജലപ്രളയം വരെ ഈ കാലഗണന തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വരെ നൂഹ് നബി അലൈഹി വസ്സലാമയുടെ ജലപ്രളയത്തിന്റെ സംഭവം അടിസ്ഥാനപ്പെടുത്തിയാണ് കാലഗണന തുടർന്നത്. അതിനുശേഷം മഹാനായ യൂസുഫ് നബിയുടെ കാലം വരെ ഇബ്രാഹിം നബിയുടെ സംഭവത്തെയാണ് കാലഗണനയായി തുടർന്നത്. അതിനുശേഷം മൂസാ നബി അലൈഹി വസ്സലാം ബനൂ ഇസ്രായേലിനെയും കൂട്ടി ഈജിപ്റ്റ് വിട്ടുപോയ സംഭവം വരെ ഈ കാലഗണന തുടർന്നു. അതിനുശേഷം ഇങ്ങനെ ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെയും ഈസാ നബി അലൈഹി സ്വലാമയുടെയും ചരിത്ര പ്രസിദ്ധമായ കാരണങ്ങൾ കൊണ്ട് പണ്ട് കാലത്ത് കാലഗണന നിർണയിക്കുന്ന ഒരു പതിവ് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു.
അതിനുശേഷം ആനക്കലഹ വർഷമായിരുന്നു കാലഗണനയായി പരിഗണിച്ചിരുന്നത്. ആനക്കലഹ വർഷമായിരുന്നു കാലഗണനയായി പരിഗണിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഹദീസ് വെച്ചുകൊണ്ട് ഹിജ്റ നടന്നത് മുഹറം മാസത്തിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഹിജ്റ നടന്നത് സഫറിലോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിലോ ആണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ 2 മാസത്തിലെ ഏതോ ഒരു മാസത്തിലാണ് ഹിജ്റ നടന്നിരുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തോട്, അതായത് 63 വയസ്സ് ആയപ്പോൾ ആയിരിക്കാം ഈ ഹദീസ് നബിതങ്ങൾ ഉദ്ധരിക്കുന്നത്. കാരണം അതിനുശേഷം റബീഉൽ അവ്വലായപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായല്ലോ. അതുകൊണ്ടുമാണല്ലോ നബിതങ്ങൾക്ക് താസ്വായിലെ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, 53 വയസ്സിലാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പോയത്. 53-ാമത്തെ വയസ്സിലാണ് അള്ളാന്റെ റസൂൽ ഹിജ്റ പോയത്. 63-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ ഹിജ്റ ചെയ്തത്, പറഞ്ഞു വരുന്നത് ഹിജ്റ യാത്ര ചെയ്തത് മുഹറം മാസത്തിലല്ല എന്നതാണ് വാസ്തവം. നാം മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഫിർഔനിനെ പരാജയപ്പെടുത്തി മൂസാ നബിക്ക് വിജയം നൽകിയ നന്ദിയായിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ റസൂലും സഹാബത്തും വന്നപ്പോൾ ജൂതന്മാര് മുഹറം 10 നോമ്പ് എടുക്കുന്നതായി മദീനയിൽ വന്നപ്പോൾ നബിതങ്ങൾ കണ്ടപ്പോൾ, നബിതങ്ങളുടെയും സഹാബത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താണ്? ഫിർഔനിനെ പരാജയപ്പെടുത്തി മൂസാ നബിക്ക് വിജയം നൽകിയതിന്റെ നന്ദി കാരണത്താലാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതെന്ന് ജൂതന്മാര് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന് നിങ്ങളെക്കാൾ കൂടുതൽ അടുപ്പമുള്ളത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ ആ ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുക. ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? താസ്വായിലെ 9-ാമത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം മതത്തിന്റെ ഒരു ആരാധന, ഒരു മതത്തിന്റെ, നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ആരാധനാ കർമ്മം അത് മറ്റൊരു മതവുമായി സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, മതകാര്യങ്ങളിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ പിൻപറ്റാൻ പാടില്ല. മതത്തിന്റെ വിഷയത്തിൽ, മതത്തിന്റെ ഇബാദത്തുകളിൽ അത് അള്ളാഹു നമുക്ക് പരിശുദ്ധമായി, നമ്മുടെ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് മറ്റുള്ള ഒരു ആരാധനയിലേക്കുള്ള സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. അതാണ് പറഞ്ഞത്, ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മുഹറം 10 ചരിത്ര പ്രാധാന്യമുള്ള അനേകം സംഭവങ്ങൾ മുഹറം സാക്ഷിയാണ്. നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. അതുപോലെ ഇസ്തവൽ സഫീനത്തു നൂഹിൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അലൽ ജൂദി, അതായത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് നങ്കൂരമിട്ടത്, ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മുഅ്മിനീങ്ങളെ, നജാതു ഇബ്രാഹിമ മിനൻ നാരി, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ചത് ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. നജാതു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫിർഔന യൗമ ആശുറാ, ഈ ആശുറാ ദിവസത്തിൽ, മുഹറം 10-ന്റെ ദിവസത്തിലാണ് ഫിർഔനിൽ നിന്നും ഫിർഔനിന്റെ സൈന്യത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ, ബനു ഇസ്രായേൽ ഖൗമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചത്.
പരീക്ഷിച്ചത് ഈ മുഹറം 10-നാണ്. നജാത്ത് യൂസുഫ് മിൻ സിജിൻ, അതായത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ജയിൽ മോചനം നൽകിയതും ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. നജാത്ത് യൂനുസു മിൻ ബത്നിൽ ഹൂതി, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചതും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ അനേകം ചരിത്ര പ്രസിദ്ധമായ ഒരു ദിവസമാണ് പരിശുദ്ധമായ മുഹറം 10 ആശുറ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദിവസവും നമ്മൾ നോമ്പ് പിടിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ 6-7 ദിവസങ്ങളിലാണ് മുഹറം 9-ഉം 10-ഉം. ആ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. അപ്പോൾ ജൂതന്മാരുടെ എതിരാവുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ നിങ്ങൾ താസ്വായിലെ 9-ാമത്തെ നോമ്പും കൂടെ പിടിക്കുക. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഈ മുഹറം മാസം പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറം മാസം. പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ സാന്ത്വനം ലഭിച്ച മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറത്തിന്റെ പുലരി എന്ന് നാം മനസ്സിലാക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവന്റെ പ്രയാസത്തിലേക്ക് നാം നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ചെറുതാണല്ലോ പരീക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനിക്കാമല്ലോ, നമ്മുടെ മനസ്സിന് സാന്ത്വനം നമുക്ക് കണ്ടെത്താമല്ലോ. അതുകൊണ്ട് ഉയർന്നതിലേക്ക് നോക്കാതെ താഴ്ന്നതിലേക്ക് നമ്മൾ നോക്കി നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷപൂരിതമാക്കുക. അതിന് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തരട്ടെ, കേട്ടോ. വളരെ അടുപ്പമുള്ള ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർക്കുക. പരിഹാരമില്ലാത്ത ഒരു പ്രയാസത്തിൽ, അതായത് കടം കൊണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്നിങ്ങനെ നിങ്ങൾ വിഷമിക്കുമ്പോൾ തിമിംഗലത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർക്കുക. ആരെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ വ്യഭിചാര കുറ്റാരോപണം പോലെയുള്ള കെണികളിൽ നിങ്ങളെ പെടുത്തി അപമാനിക്കുകയും ശ്രമിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, കാരണങ്ങളില്ലാതെ അപമാനിക്കപ്പെട്ട ഒരു നഗരം മുഴുവനും ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ, ഇണയായ, നമ്മുടെയൊക്കെ ഉമ്മയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ കഠിനമായ വേദനയിലാണെങ്കിൽ, രോഗം പോലുള്ള വിഷയങ്ങളിൽ കഠിനമായ വേദനയിലാണെങ്കിൽ, നിങ്ങൾ മഹാനായ, നിങ്ങളെക്കാൾ എല്ലാം, നമ്മേക്കാൾ എല്ലാം വേദന സഹിച്ച രോഗം മൂലം വേദന സഹിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർക്കുക. ഒരു സമൂഹം മുഴുവൻ നമ്മെ എതിർക്കുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ എക്കാലത്തെയും മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുക. ഈ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാം? പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. അത് അവന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്. നാളെ ആഖിറം കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഈ ഒരു പുലരി, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ചെയ്ത പാപങ്ങളെല്ലാം ഇസ്തിഗ്ഫാറിലായി നമ്മൾ കഴുകിക്കളയുക, തൗബയിലായി കഴുകിക്കളയുക. അങ്ങനെ പുതിയൊരു ജീവിതം നാം നയിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.